ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിന് അത് കഴിക്കാനായിട്ട്. പിന്നെ നമുക്കിതൊരു ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതുപോലെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബ്രെഡ് എടുത്ത് വെക്കാം. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് വെച്ചെടുക്കാം. പിന്നെ ഞാനിപ്പോൾ കൂടുതൽ ടൊമാറ്റോ സോസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണുള്ളൂ. അപ്പം നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിതുപോലെ എല്ലാനും ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഒരു 3 മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ നിങ്ങളിൽ ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. അപ്പം നമുക്ക് പാൻ്റെ എല്ലാ ഭാഗത്തോട്ടും ബട്ടറാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡ് മുട്ടയിലോട്ട് മുക്കിയിട്ട് ഈ പാനിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ എല്ലാനും ചെയ്തെടുക്കാം. നമ്മൾ മുട്ടയിലോട്ട് മുക്കിയിട്ട് വെക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ബ്രെഡ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പതിയെ മുക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് വേവിക്കാം. ഇതിന് പിന്നെ അധികം വേവൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കെല്ലാനും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക.